ഹായ്. അപ്പം നമ്മൾ ഇന്നലെ കട്ടിങ് ആണ് കാണിച്ചത്. അപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ട് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നത്. ക്യാൻവാസ് നമ്മൾ ഒരു തുണിയിലേക്ക് വെച്ചിട്ട് തേച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് നമുക്ക് മടക്കി തേക്കാം. അപ്പം സൈഡ് മടക്കി തേച്ചിട്ടുണ്ട്. മടക്കി തേച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ക്യാൻവാസിൽ നമ്മൾ ഒട്ടിച്ച ആ തുണിയുടെയും സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കിട്ടാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമുക്ക് സെൻറ്റർ കണക്കാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിൽ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്ത് ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ഇടുന്നത്. അത് നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് താഴോട്ടാണ് കഴുത്ത് അടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കഴുത്ത് റൗണ്ടിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ തയ്യൽ തുമ്പ് മാത്രം വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം, എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സൈഡ് അങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കണം. അത് തുണി നല്ല രീതിയിൽ നമുക്ക് മറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുന്നത്. അത് കട്ടിട്ടതിന് ശേഷം നമുക്ക് ക്യാൻവാസ് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് അവിടെ ഒരു കുനിപ്പ് പോലെ വരുന്നില്ലേ, അവിടെ നമ്മൾ കറക്റ്റ് പോയിൻ്റായിട്ട് കിട്ടാൻ ഒരു തുണിയും കൊണ്ട് ആ പോയിൻ്റ് കുത്തി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും നല്ല കൃത്യമായിട്ട് നമുക്ക് ആ സൂചിയും കൊണ്ട് കുത്തുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും ആ പോയിൻ്റ് കുത്തിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കണ്ടോ, രണ്ട് സൈഡിലും നമുക്ക് ഒരുപോലെ കഴുത്ത് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബാക്ക് കഴുത്ത് തയ്ച്ചെടുത്തത്. ക്യാൻവാസിലായതുകൊണ്ട് നമുക്ക് നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ഭാഗം ഒരു പീസ് ഇട്ടിട്ട് അടിഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു, ഒരു 2 ഇഞ്ചിൻ്റെ ഒരു പടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ താഴ്ഭാഗത്ത് വെച്ചടിക്കുവാണ്. അത് ഈ പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പീസ് ഇട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ തുണി കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. കാരണം എപ്പോഴും നമ്മൾ കട്ടിയുള്ള പീസ് നമ്മൾ അടിയിലിട്ട് മറിക്കുന്നതായിരിക്കും നമ്മൾ ബ്ലൗസ് അടിക്കുമ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അടിവശം ഇങ്ങനെ നമുക്ക് മടങ്ങി ഒടിഞ്ഞ് അങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പീസാണ് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പീസിൻ്റെ ഭാഗം നമ്മൾ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം കൈക്കുഴി വരുന്നതാണ്. അപ്പോൾ അത് ഇപ്പം ഞാൻ കാണിച്ചത് കഴുത്ത്. അപ്പോൾ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ താഴ്ഭാഗത്തു നിന്നാണ്, കൈക്കുഴിയുടെ അടുത്ത് നിന്നല്ല, താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. കാരണം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് തുണി എക്സ്ട്രാ വരും. ഒരു 1/2 ഇഞ്ച് തുണി നമുക്ക് എക്സ്ട്രാ വരും. അത് നമുക്കവിടെ കൈക്കുഴിയുടെ അവിടുത്തെ ഒന്ന് കുഴിച്ച് വെട്ടിയ ആ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന ആ ഒരു ഇതിലേക്ക് ആ പീസങ്ങ് മാറിക്കിട്ടും. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം 2 പീസ് നമ്മളങ്ങനെ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് കൈക്കുഴി വെട്ടേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഫ്രണ്ട് പടിയാണ് ഇടുന്നത്. അതായത് ഞാൻ ആ മാർക്ക് ചെയ്തില്ല, അത് തയ്യൽ തുമ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കൊളുത്തിൻ്റെ പടിയും കുഴയുടെ പടിയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കുഴ കെട്ടി കൊടുക്കുവാണ്. അതായത് മെഷീനിൽ തന്നെ കൈ കൊണ്ട് തുന്നാണ്ട് മെഷീനിൽ തന്നെ തയ്ച്ചെടുക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൊളുത്തിൻ്റെ പടിയാണ്. കൊളുത്തിൻ്റെ പടി നമ്മൾ പുറത്തേക്കല്ല ഇടുന്നത്, ഉള്ളിലേക്ക് വെച്ച് മടക്കിയാണ് ഇടുന്നത്. അതിൻ്റെ ഈ അടിഭാഗത്ത് തുണിയിട്ട് മടക്കി ഉള്ളിലേക്ക് തയ്ച്ചതിന് ശേഷം നമ്മൾ ഒരു ക്രോസ് പീസ് തുണിയെടുത്ത് അത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അല്ല, ഫ്രണ്ട് കഴുത്ത് നമ്മളിനി സ്റ്റിച്ച് ചെയ്തെടുക്കും. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന തുണിയും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കുക ചെയ്യുക. ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കുമ്പം ആ നമ്മൾ ഒരു പീസിട്ട് മറച്ചില്ലേ, അതായത് ക്രോസ് പീസിട്ട്, ആ ക്രോസ് പീസ് ഇട്ട ഭാഗം പുറത്തേക്ക് തള്ളി അത് നമ്മൾ
മടക്കി കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മറിഞ്ഞ് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്ത് താഴ്ഭാഗത്തും വണ്ണം മാർക്ക് ചെയ്ത് താഴ്ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ കൂടെ എക്സ്ട്രാ തുമ്പ് കൂട്ടുന്നില്ല. കൃത്യം നമ്മുടെ അടിവണ്ണം എത്രയാണോ ആ വണ്ണത്തിൻ്റെ 4/1 ഭാഗം എടുത്തിട്ട് ഓരോ പീസിൽ മാർക്ക് ചെയ്ത് തയ്ക്കുന്നു. മുകൾ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തയ്യൽ തുമ്പിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് നമ്മളിവിടെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവ് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഒരു പഴയ ബ്ലൗസിൻ്റെ സ്ലീവ് കൈ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. അത് വെച്ചടിച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.